The relative permeability of paramagnetic material is. നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിക്കുന്നതാണ് അല്ലേ മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻ ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ട് അല്ലേ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ ആണ് ഓക്കെ വീക്ക് റിപ്പൽഷൻ ടു ദ എന്താ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആ മാഗ്നറ്റിക് ഫീൽഡിലുള്ള റിപ്പൽഷൻ ആണ് ഏത് ഡയാമാഗ്നറ്റിക് വരിക പാരാമാഗ്നറ്റിക് ആകുമ്പോഴോ സ്മോൾ ചെറിയ തോതിലുള്ള അട്രാക്ഷൻ പക്ഷേ ഫെറോമാഗ്നറ്റിക് ആണെങ്കിലോ സ്ട്രോങ് അട്രാക്ഷൻ അപ്പം അത് വെച്ചിട്ട് ഇതിൻ്റെ പെർമിയബിലിറ്റി അതായത് മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടാനുള്ള അതിൻ്റെ ഒരു കഴിവിനെ നമ്മൾ അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് ഡയമാഗ്നറ്റിക് ആണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ സ്ലൈറ്റ്ലി മോർ ദാൻ യൂണിറ്റി വരിക ഓക്കെ ദിസ് വൺ ഇതാണ് ഓപ്ഷൻ വരിക ഇത് 1-നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഇത് ചെറിയ തോതിലുള്ള പെർമിയബിലിറ്റി ഉണ്ട് ദെൻ ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ വെരി ഹൈ വാല്യൂ ആയിരിക്കും അയൺ സ്റ്റീൽ പോലുള്ളതിനൊക്കെ 1000 റേഞ്ചിലാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി വരിക ഓക്കെ അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾസ് കൂടി പഠിച്ചിരിക്കുക കേട്ടോ അപ്പോൾ നാളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ എയർ എന്ന് പറയുന്നത് എന്താ പാരാമാഗ്നറ്റിക് ആണ് അതുകൊണ്ട് ഡയാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾ ഡയാമാഗ്നറ്റിക്കിൽ മെയിനായിട്ട് എന്താ കോപ്പറൊക്കെ വരിക ഇതിൽ ഫെറോമാഗ്നറ്റിക് നമുക്കറിയാം അത് അയൺ സ്റ്റീൽ അതിൻ്റെ അലോയ്സ് ഒക്കെ വരിക ഫെറോമാഗ്നറ്റിക്കിലാണ് ഓക്കെ അപ്പോൾ ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിക്കോഷൻ ഡ്യൂറിങ് ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ മോട്ടർ ഷുഡ് ബി ആക്സസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് റിപ്പയർ ഇറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ ഈസി വെയർ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് It should be installed on solid and vibration free foundation. അത് വേണം അല്ലേ solid and vibration free foundation. It should have adequate ventilation. അത് വേണം അല്ലേ ഇത് ഒന്നും തന്നെ തെറ്റാന്ന് പറയാൻ പറ്റില്ല ഈസിലി ആക്സസിബിൾ ക്യാരി ഔട്ട് ഫോർ റിപ്പയർ ചെയ്യാൻ പാകത്തിനൊക്കെ വെക്കണം ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക ഓക്കെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുമ്പോൾ അത് AC മെഷീനും DC മെഷീനും ഒക്കെ ആവാം അപ്പോൾ എന്ത് റൊട്ടേറ്റിംഗ് മെഷീൻസ് ഉണ്ട് സ്റ്റാറ്റിക് മെഷീൻസും ഉണ്ട് അപ്പോൾ ഓരോന്നിനുള്ള കണ്ടീഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എന്തോ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ മോട്ടോർ പോലുള്ള അല്ലെ ഏത് മെഷീൻ ആണെങ്കിലും വെന്റിലേഷൻ കറക്റ്റായിട്ട് തന്നെ വേണം ദെൻ റൊട്ടേറ്റിംഗ് മെഷീൻസ് ആണെങ്കിൽ നല്ല സോളിഡ് അല്ല ഇലക്ട്രിക്കൽ മെഷീൻസിന് സോളിഡ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഫൗണ്ടേഷനിൽ കൊടുക്കണം ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് ഇതിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഓപ്ഷൻസും വരും ഓക്കെ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആലോചിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88 ഗ്രൗണ്ടിങ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രൗണ്ടിങ് എർത്തിങ് അല്ലേ എർത്തിങ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഓക്കെ കോൺക്രീറ്റ് മിക്സ്ചർ ടൈൽസ് ബ്രിക്സ് സ്റ്റോൺസ് ഓക്കെ ഇതൊന്നും ഓപ്ഷൻസ് ഓക്കെ അല്ല ഇതും എനിക്ക് തോന്നുന്നു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എർത്തിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോൾട്ട് പ്ലസ് ചാർക്കോൾ അല്ലേ അതായത് എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോൾട്ട് പ്ലസ് ചാർക്കോൾ ഇടയ്ക്ക് വാട്ടറിങ് കൊടുക്കും ഓക്കെ അങ്ങനത്തെ ഒരു മിക്സറിലാണ് നമ്മൾ എർത്തിങ് ചെയ്യാറ് ഓക്കെ റെസിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കാനായിട്ട് അതായത് എന്തെങ്കിലും പ്രോബ്ലം വന്ന് അതിനകത്തോട്ട് ലീക്കേജ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എർത്തായി പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മിക്സേഴ്സാണ് ഇത് ഓപ്ഷൻസ് തെറ്റാണ് ഇതുപോലുള്ള മിക്സേഴ്സാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമം പെർമിസിബിൾ എർത്ത് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ലാർജ് പവർ സ്റ്റേഷനിലെ മാക്സിമം പെർമിസിബിൾ എർത്ത് റെസിസ്റ്റൻസ് അതായത് പവർ സ്റ്റേഷൻസിൽ ഒരു എർത്തിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണ് മാക്സിമം വരാവുന്നത് അതായത് എത്ര വാല്യൂ വരെ റെസിസ്റ്റൻസ് പോകാം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് കേട്ടോ 0.5 ohms ആണ് 0.5 ohmsൽ കൂടാൻ പാടില്ല ഇത് ശ്രദ്ധിക്കുക പവർ സ്റ്റേഷൻ്റെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയിൽ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വാല്യൂ ഡിഫറെൻ്റ് ആണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും കറണ്ട് ഉള്ള അല്ലെങ്കിൽ അത്രയും ഫോൾട്ട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെയൊക്കെ എർത്ത് റെസിസ്റ്റൻസ് ഈ റീജിയനിൽ നിന്നാലാണ് എന്തെങ്കിലും ഫോൾട്ട് വന്നാലൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ഓക്കെ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഒരു 8 ohms വരെ പോകാൻ പറ്റും തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞത് എന്തായാലും ഗ്രേറ്റർ ദാൻ 2 ohms ആണ് ഓക്കെ ആ റേറ്റിലേക്ക് ഡൊമസ്റ്റിക് റീജിയനിലൊക്കെ പോകാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
For high starting torque, the type of starter used. For high starting torque, the type of starter used. Okay, starters നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ സ്റ്റാർ ഡെൽറ്റ, DOL, ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഒക്കെയാണ്. ഈ ക്വസ്റ്റ്യൻ അത്ര കംപ്ലീറ്റ് അല്ല. ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഏത് മെഷീൻ്റെ അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഇൻഡക്ഷൻ മെഷീൻ സ്റ്റാർട്ടേഴ്സ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ലിപ്പ് റിംഗും ഉണ്ട്, സ്ക്വിറൽ കേജും ഉണ്ട്. ഇത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്റ്റാർ ഡെൽറ്റ, DOL, ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് ടോർക്ക് TST ബൈ ഫുൾ ലോഡ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുന്നത് എന്താ? സ്റ്റാർട്ടിംഗ് കറണ്ട് ബൈ ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു ഫുൾ ലോഡ് സ്ലിപ്പാണ്. അപ്പോൾ ഓരോ കേസിലും എന്താ ഈ സ്റ്റാർട്ടിംഗ് ടു ഫുൾ ലോഡ് എന്നുള്ള ഈ റേഷ്യോ, കറണ്ട് റേഷ്യോ ഡിഫറെൻ്റ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒരു K ടൈംസ് വരും. അതുപോലെ എന്താ സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ √3 ടൈംസ് വരും. സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ഒരു X ടൈംസ്, ആ വോൾട്ടേജ് റേഷ്യോ ഒരു X ടൈംസ് വരും. ഓക്കെ, അതനുസരിച്ച് ഡിഫറെൻ്റ് ആകും ഓരോ കേസിലും. അപ്പോൾ ഇതിങ്ങനെ ജനറലൈസ് ചെയ്ത് ആൻസർ പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. സ്ലിപ്പ് റിംഗിന് യൂസ് ചെയ്യുന്ന റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു സ്ക്വയറും കൂടെ ഉണ്ട്.